ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ അന്വേഷിച്ചുകൊണ്ട് വരിക. എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ ടാങ്കിൽ വെള്ളമില്ല. അപ്പോൾ നമ്മുടെ സച്ചിക്ക് കുളിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ അതിനാണ് നമ്മുടെ രേവതിയെ അന്വേഷിച്ചുകൊണ്ട് വരുന്നത്. ആ സമയം നമ്മുടെ രേവതി ആണെങ്കിൽ കുളിച്ചിട്ടാണ് വരുന്നത്. തലയിൽ ഇങ്ങനെ തോർത്തുണ്ട് ചുറ്റിയിട്ടാണ് വരുന്നത്. എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ, എടി കുളിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറയുമ്പോൾ അതിന് മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാ പോരെ എന്നങ്ങ് ചോദിക്കട്ടാ നമ്മുടെ രേവതി. ഞാനൊരിക്കൽ ഇട്ടതാ, പക്ഷെ മോട്ടർ എടുക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്ര വരികയാണ് കേട്ടോ ഇവരുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കും, ഇവിടെ ഒരു തുള്ളി വെള്ളം ഇല്ലല്ലോ, ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് മോട്ടർ ഇടാൻ പറഞ്ഞതല്ലേ, അത് മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി ചോദിക്കും എന്ന് ചോദിക്കാട്ടോ. ഇത് കേൾക്കുന്ന സച്ചി പറയും, അല്ല നിങ്ങൾക്കും കയ്യില്ലേ, നിങ്ങൾക്ക് ഇട്ടുവിടായിരുന്നോ മോട്ടറിന്റെ സ്വിച്ച് എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയും, അങ്ങനെ ചെയ്ത സച്ചിയേട്ടാ എന്നെ രാവിലെ വഴക്ക് പറയുന്നത് അമ്മയ്ക്ക് കഴിയാതാവല്ലോ എന്ന്. അപ്പൊ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ മുഖത്തോണ്ട് ഒരു കോഷ്ടിയും കാണിച്ചിട്ട് പറയും, മോട്ടറിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, എടി നീ എന്തെങ്കിലും പണി ഒപ്പിച്ചതാണോന്ന്. അപ്പോഴേക്കും നമ്മുടെ സുധി ആണെങ്കിൽ മേലൊക്കെ സോപ്പൊക്കെ തേച്ച് അപ്സ്റ്റെയറിൽ ഇങ്ങനെ വന്ന് നിൽക്കട്ടോ. അമ്മേ അമ്മേ എന്നും പറഞ്ഞ നമ്മുടെ രേവതി മുകളിലേക്ക് നോക്കുന്നത് സുധിയെ കണ്ടിട്ട് ഒന്ന് ചിരിച്ച് തല താഴ്ത്തണേ. എന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റാവോ, എനിക്ക് അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ച് കണ്ണിന്റെ അവിടെയുള്ള ആ പതൊക്കെ അങ്ങ് മായ്ക്കാട്ടോ. അന്നേരം നമ്മുടെ ചന്ദ്ര താഴെ നിൽക്കുന്നത് കാണുന്നു. എന്നിട്ട് പറയും, അമ്മയെ കുളിക്കാൻ വെള്ളമില്ല അമ്മേ. അപ്പൊ നമ്മുടെ സച്ചി പറയും, എടാ ടാങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല, മോട്ടോർ പണി മുടക്കി, അതിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ എങ്ങനെ കുളിക്കും, എന്റെ അവസ്ഥ കണ്ടില്ല അമ്മേ, എന്റെ കണ്ണ് നീറിയിട്ടും പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ആ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്നാ നീ അവിടെ നിൽക്ക്, ഞാൻ കുറച്ച് ടിഷ്യൂ എടുത്തിട്ട് നിനക്ക് തരാന്ന്. എനിക്കതുകൊണ്ടൊന്നും തുടയ്ക്കാൻ പറ്റില്ല, ഞാനേ ഒരു ബിസിനസ് തൈക്കൂണ എന്ന് പറയട്ടെ നമ്മുടെ സുധി. എന്നാലേ ബിസിനസ് തൈക്കൂൺ അവിടെ നിന്നോ എന്ന് തന്നെ പറയട്ടോ നമ്മുടെ സച്ചി. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എടാ അവനെ എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്ക്, അവന് ബിസിനസ് മീറ്റിംഗ് ഉള്ളതാണ്, അതിന് ഞാനും കുളിച്ചിട്ടില്ല എന്ന് പറയട്ടെ നമ്മുടെ സച്ചി. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് അങ്ങ് എത്തും. എന്നിട്ട് ചോദിക്കും, ഏടത്തി ടാങ്കിൽ വെള്ളമില്ലെന്ന് തോന്നുന്നു, മോട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഇടുമോ എന്ന് ചോദിക്കേ. അപ്പം മോട്ടർ കേടാന്ന് പറയാണ് നമ്മുടെ സച്ചി. അപ്പോഴേക്കും വർഷം ഓടി വന്നിട്ട്, അയ്യോ എനിക്ക് സ്റ്റുഡിയോ പോകാനുള്ളതാന്ന് പറയണേ. അപ്പോഴും നമ്മുടെ സുധി പറയുന്നുണ്ട്, അയ്യോ അമ്മേ എനിക്ക് കണ്ണ് നീറുന്നു അമ്മേന്ന്. അത് കേൾക്കുന്ന ശ്രീകാന്ത് പറയും, എൻ്റെ ബാത്റൂമില്ലേ അര ബക്കറ്റ് വെള്ളം ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരാളെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാൾ പണി എടുത്തോണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാന്നാ പറയുന്നേ. അത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ക്ലയന്റിന്റെ അടുത്ത് പോകാനുള്ളതാണ്, പാർലറെടുത്ത് കുളിക്കാതെ അങ്ങ് പോവെന്ന് പറയട്ടോ നമ്മുടെ സച്ചി. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ചന്ദ്ര, എടി രേവതി മോട്ടർ കേടുവന്നത് ഇപ്പോഴാണ് പറയുന്നത്, നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ രേവതി ചോദിക്കും, അയ്യോ ഇപ്പോഴല്ലേ കേടുവന്നത്, അതിങ്ങനെ ഞാൻ നേരത്തെ പറയുന്നു. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കരയിട്ടോ, അയ്യോ എല്ലാവർക്കും പോകണല്ലോ, അതിനും ഇപ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, ഇങ്ങനെ കരയാതെ പിള്ളേരെ പോലെ, ഇവിടെ കിണറും ഉണ്ട് കപ്പിയുണ്ട്, മുക്കി കുളിക്കണം എന്ന് പറയുമ്പോൾ, എങ്കിൽ പോയി രേവതി എല്ലാവർക്കും ഉള്ള വെള്ളം മുക്കി വെക്കുന്നേ. അയ്യടാ അവളെ കൊണ്ട് ഇവിടെ വെള്ളം മുക്കുന്നില്ല, മെക്കാനിക്ക് വരുന്നത് വരെ നിൽക്കാൻ സമയമില്ലാത്തവരെ വെള്ളം മുക്കി അങ്ങ് കുളിച്ചാൽ മതി, ഇവളെ കൊണ്ട് കോരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, ഇവളെ ഇവിടുത്തെ അച്ഛൻ്റെ പുന്നാര മോളാ, അല്ലാതെ ഇവിടുത്തെ വേലക്കാരി അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെയും വിളിച്ചുകൊണ്ട് പോവാണേ. അത് നോക്കി നിൽക്കുന്നു ചന്ദ്ര.